ഇനി അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കും? അദ്ദേഹം ഇവിടെ പിണറായി വിജയനെ പോലൊരാൾക്ക് താട് തൊഴുത് പഞ്ചപുച്ഛ മടക്കി നിൽക്കുമോ? കേരള മുഖ്യമന്ത്രിയുടെ കീഴ്സ്ഥാനീയനാണ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന നിലപാടിലേക്ക് പോകുമോ? അതോ അദ്ദേഹം ദേശീയ ജനറൽ സെക്രട്ടറി ഞാനാണ്, പാർട്ടിയുടെ നയസമീപനങ്ങൾ തീരുമാനിക്കേണ്ടത് ഞാനാണ്, നയവ്യതിയാനങ്ങളിൽ നിന്ന് പാർട്ടിയെ തിരുത്തേണ്ടതും തിരിച്ചു കൊണ്ടുവരേണ്ടതും താനാണ് എന്ന ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ പ്രകാശ് കാരാട്ടിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ഈ പിണറായി വിജയനും സംഘവും എസ് രാമേന്ദ്രൻപിള്ള ജനറൽ സെക്രട്ടറി ആക്കാനാണ് താല്പര്യപ്പെട്ടത്. രാമേന്ദ്രൻപിള്ള എന്ന് വെച്ചാൽ ഇവർക്ക് വിധേയനായിട്ട് നിൽക്കും. അദ്ദേഹത്തിന് ഈ പിണറായി സംഘത്തിൻ്റെ ഇവരുടെ ഈ ആജ്ഞകൾ, കൽപ്പനകൾ അല്ലെങ്കിൽ ഫത്വകൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു. അതിന് വഴങ്ങുന്ന ആൾ. നേരെ മറിച്ച് യെച്ചൂരി വന്നപ്പോൾ അങ്ങനെയല്ല. അദ്ദേഹം കുറേ കൂടി ഇൻഡിപെൻഡൻ്റായിട്ട് കാര്യങ്ങൾ ആലോചിക്കും, തീരുമാനിക്കും, നിലപാടുകൾ എടുക്കുകയും ചേരുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ആളുകൾ വളരെ ആശങ്കാകുലരായിരുന്നു. പിന്നീട് യെച്ചൂരി തന്നെയും ഇവർക്ക് വഴങ്ങുന്നതായിട്ട് നമ്മൾ കണ്ടു പല സന്ദർഭങ്ങളിലും.